നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഫ്ഗാനിസ്ഥാനിൽ ഭൂചലനം. വെള്ളപ്പൊക്കത്തിന് പിന്നാലെയാണ് ഭൂചലനം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 4.5 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. ശനിയാഴ്ച രാവിലെ ഇന്ത്യൻ സമയം 6:16 ചലനമുണ്ടായത്. നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചതനുസരിച്ച് 120 കിലോമീറ്റർ ആഴത്തിലാണ് ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. അഫ്ഗാനിസ്ഥാനിൽ അടുത്ത കാലത്തായി ഭൂചലനങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസങ്ങളും ഭൂകമ്പങ്ങളുണ്ടായിരുന്നു. 2023 ഒക്ടോബറിലുണ്ടായ ഭൂകമ്പത്തിൽ അഫ്ഗാനിസ്ഥാനിൽ മാത്രം 4000 പേരാണ് കൊല്ലപ്പെട്ടത്. വടക്കൻ അഫ്ഗാനിസ്ഥാനിലെ ബഗ്ലാൻ പ്രവിശ്യയിൽ കനത്ത മഴയെ തുടർന്ന് കഴിഞ്ഞ ദിവസമുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 50 പേർ മരിച്ചു. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 6ാം സ്ഥാനത്താണ് അഫ്ഗാനിസ്ഥാന്റെ സ്ഥാനം. അതേസമയം തായ്വാനിൽ റിക്ടർ സ്കെയിലിൽ 5.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായി. ഇന്നലെ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:15 ചലനമുണ്ടായത്. ഹോലിൻ കൗണ്ടിക്ക് സമീപമുള്ള കടലിലായിരുന്നു ഇതിന്റെ പ്രഭവ കേന്ദ്രം. തലസ്ഥാനമായ തായ്പേയിലും പ്രകമ്പനം രേഖപ്പെടുത്തി. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ മാസം 3 ഹോലിൻ കൗണ്ടിയെ വിറപ്പിച്ചു. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രതയിലുണ്ടായ ഭൂചലനത്തിൽ 17 പേർ മരിച്ചിരുന്നു. 1100-ലേറെ പേർക്ക് പരിക്കേറ്റു. ഇതിനുശേഷം ചെറുതും വലുതുമായ 1400 തുടർ ചലനങ്ങൾ തായ്വാനിലുണ്ടായി. മാത്രമല്ല, ജമ്മു കാശ്മീരിലെ കാർഗിലിൽ ഇന്നലെ ഭൂചലനമുണ്ടായി. റിക്ടർ സ്കെയിലിൽ 4.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. കാർഗിലിൽ നിന്ന് ഏകദേശം 346 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് അകലെ 160 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പം ഉണ്ടായതെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചിരുന്നു. മിതമായ തോതിൽ ഭൂചലനം ഉണ്ടായെങ്കിലും പ്രകമ്പനം നിമിഷങ്ങളോളം നീണ്ടുനിന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത് പ്രദേശവാസികളിൽ നേരിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു. എന്നിരുന്നാലും ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മാത്രമല്ല, 2-3 ദിവസം മുന്നേ അരുണാചൽ പ്രദേശിലെ സുബൻസിരിയിൽ ഭൂചലനമുണ്ടായി. റിക്ടർ സ്കെയിലിൽ 3.1 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. അത് 4:55 ഉണ്ടായത്. ഭൂകമ്പം 10 കിലോമീറ്റർ ആഴത്തിലാണ് അനുഭവപ്പെട്ടതെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചിരുന്നു. പാകിസ്ഥാനിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നേരിയ തോതിൽ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. റിക്ടർ സ്കെയിലിൽ 4.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.